എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെയൊക്കെ കമൻറ്റുകൾ കാണാറുണ്ട്, നിങ്ങളുടെയൊക്കെ വിലയേറിയ അഭിപ്രായങ്ങൾ കാണുന്നുണ്ട്. എല്ലാം നമ്മൾ മുഖവിലയ്ക്ക് എടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും കഴിഞ്ഞ വീഡിയോസുകളിലെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബഡ്ജറ്റുകൾ വീടുകൾ കാണിക്കണം, അതേപോലെ തന്നെ കുറഞ്ഞ വിലയിലുള്ള വീടുകൾ കാണിക്കണം, ലോക്കൽ അവരവരുടെ സ്ഥലത്തുള്ള ലോക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ വീടുകളും വസ്തുക്കളും ഒക്കെ കാണിക്കണമെന്ന് കുറേ ആൾക്കാരുടെ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ നിർദ്ദേശങ്ങളും എനിക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മാക്സിമം ശ്രമിക്കുന്നതാണ്. നമ്മുടെ ഈ ഒരു കൊറോണയുടെ സിറ്റുവേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ട്രാവലിംഗ് ഒക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്, നമുക്കും ചെയ്യാം. അപ്പോൾ ഉടൻ തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് എറണാകുളം CUSAT കോളേജിന് തൊട്ട് പുറകിലായിട്ട്, അതായത് ഇവിടുന്ന് മെട്രോയിലൊക്കെ ഒന്നും അധികം ദൂരമില്ല ഇവിടുന്ന്. അപ്പോൾ അതിന് തൊട്ട് പുറകിലായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു വീടിൻ്റെ മുന്നിലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് ആ വീട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം. ഇതാണ് വീട്. 4.2 സെൻറ്റിൽ ആണ് ഈ വീട് ഫുള്ള് ഉള്ളത്. 2000 സ്ക്വയർ ഫീറ്റാണ് ഈ വീട് ഫുള്ളുള്ളത്. നോക്കിക്കേ. അപ്പോൾ ഇവിടുത്തെ ഗേറ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗേറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. കുറച്ച് സ്ലൈഡ് ചെയ്യുന്നതും അതേപോലെ തന്നെ മടക്കി വെക്കുന്നതുമായ, ഇങ്ങനെ മടക്കി വെക്കുന്നതുമായ ഒരു ഗേറ്റ് സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. ഈ ഗേറ്റിലെല്ലാം നല്ല ലേസർ കട്ട് ചെയ്ത്, അതായത് ലേസർ കട്ടുള്ള ഡിസൈനും മറ്റു കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ ലേസർ കട്ടുള്ള ഡിസൈൻസ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. അത് നമുക്ക് നമ്മുടെ രീതിയിൽ നല്ല നല്ല ഡിസൈൻസ് നമുക്ക് ഈ സ്റ്റീലിൻ്റെ ഷീറ്റിനകത്ത് കട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഗേറ്റിൽ ഉപയോഗിച്ചേക്കുന്നത് നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ട് കാസ്റ്റാനാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഫ്ലോറിങ്ങിലേക്ക് നോക്കാം. കയറി വരുമ്പോൾ നമ്മൾ കാണുന്നത്, നമുക്ക് ആദ്യം ഫ്ലോറിംഗ് ആണല്ലോ, ടൈലിട്ട് മനോഹരമായിട്ടുണ്ട്. ഇടയ്ക്കുള്ള ഈ ഒരു സ്പേസിലെല്ലാം പുല്ലിന് പകരം പ്ലാസ്റ്റിക്കാണ് കൊടുത്തേക്കുന്നത്. പ്ലാസ്റ്റിക് കൊണ്ടുള്ള പുല്ലാണ്. അത് നശിച്ചു പോകത്തില്ല എന്ന് തോന്നുന്നു, പക്ഷേ കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. ഇനി ഒരു കാർ പാർക്കിംഗ് കവേർഡ് ഇവിടെ നൽകിയിട്ടുണ്ട്. അത് ഒരു ഇന്നോവ ക്രിസ്റ്റ നമുക്ക് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കവേർഡ് കാർ പാർക്കിംഗ് ആണ്. പിന്നെ വേണമെങ്കിൽ ഒരു ഇയോൺ നമുക്കിവിടെ പാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഓൾട്ടോ 800 ഒക്കെ നമുക്കിവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഈ സ്ഥാനത്താണ് ഇവിടെ കിണർ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. കിണറിനും പെയിൻ്റൊക്കെ അടിച്ച് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്ത് ഗ്രാവൽ ഇട്ട് അവർ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീട് ഫുൾ എക്സ്റ്റീരിയർ നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം. എന്തൊക്കെയാണ് ഉള്ളിലേക്കുള്ള ഘടകങ്ങൾ, അല്ലെ ഉൾവശത്ത് അകത്തളം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ കയറി വരുമ്പോഴേ ചെറിയൊരു സിറ്റ് ഔട്ടാണ്. ഗ്രാനൈറ്റാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഗ്രാനൈറ്റ് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. തൂണിലും ഒരു ചെറിയ ഗ്രാനൈറ്റിൻ്റെ കുറച്ച് പോർഷൻസും അതേപോലെ ടൈലുകളും വെച്ച് മനോഹരമാക്കി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ തൂണുകളും അങ്ങനെ തന്നെ. സിറ്റ് ഔട്ട് എന്ന് പറയാൻ വലിയൊരു സിറ്റ് ഔട്ട് നമുക്കില്ല, എങ്കിൽ ചെറിയൊരു സിറ്റ് ഔട്ടിൽ ചെറിയൊരു സ്പേസിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്. എനിക്കിവിടെ തോന്നിയ രണ്ട് അതിശയകരമായൊരു കാര്യം, ഈ ഒരു വീടിന് 2 എൻട്രൻസ് ആണ്. ഒന്ന് ഇവിടെയും തുറക്കാം, ഒന്ന് ഇവിടെയും തുറക്കാം. 2 രീതിയിലും അകത്തോട്ട് കയറാം. ഞാൻ ആദ്യം ഈ സൈഡ് കൂടെ കയറാം. വൈറ്റ് കളർ ടൈൽസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സീലിംഗ് അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതാണ് കയറി വരുമ്പോഴേക്കൊരു ലിവിങ് ഏരിയ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ലിവിങ് ഹോളായിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നത്. ഇനി ഇവിടുന്ന് ഇതായിരിക്കും ഇവിടുത്തെ ഡൈനിങ് ഏരിയയും ഇത് രണ്ടുകൂടെ എന്തിനാണ് ഈ 2 ഡോർ കൊടുത്തേക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെറിയ രീതിയിലുള്ള ഒരു സീലിംഗ് വർക്ക് ഇവിടെ നടത്തിയിട്ടുണ്ട്. സ്റ്റെയർ കേസിനടിയിൽ ഇവിടെയൊക്കെ എന്താ പറയുക, വലിയ ആഡംബര വർക്കുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. എന്താ പറയുക, നോർമലി ഇവിടെ കബോർഡ്സോ മറ്റു കാര്യങ്ങളോ അല്ലെ TV വെക്കാനുള്ള സ്പേസോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. എന്താ പറയുക, സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ആയിട്ട് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ ചെയ്തത്. അതിപ്പം വാങ്ങിക്കുന്ന ആൾക്ക് അവരുടെ ഇഷ്ടാനുസരണം ചെയ്യാമല്ലോ എന്നുള്ള ഇതുകൊണ്ടായിരിക്കാം അവരങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷേ എങ്കിൽ എനിക്ക് കയറിയിട്ട് നന്നായിട്ട് തോന്നുന്നു, നല്ല സ്പേഷ്യസ് ആയിട്ട് തോന്നുന്നു. ഒപ്പം തന്നെ ജനൽപ്പാളികൾക്കെല്ലാം ഇവിടെ എല്ലാം കമ്പികളാണ് കൊടുത്തിരിക്കുന്നത്. മീൻസ് നമ്മളുടെ ചാനൽ പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഈ വീടിൻ്റെ 2 നിലകളിലായിട്ടാണ് ഈ വീടുള്ളത്. അതിൽ താഴത്തെ നിലയിൽ 2 ബെഡ്റൂമും മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമായിട്ട് 4 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. അപ്പോൾ നമുക്ക് താഴത്തെ നിലയിൽ ആദ്യം നമുക്ക് അടുക്കള കാണാം കേട്ടോ, എന്നിട്ട് നമുക്ക് അവിടേക്ക് പോകാം. ഓക്കെ, അടുക്കള കാണാനായിട്ട് അടുക്കളയിലോട്ട് വരുന്ന ഒരു ചെറിയൊരു പാസേജ് പോലെ ഇല്ലേ, ഇവിടെയാണ് ഇവിടുത്തെ ഒരു വാഷ് ഏരിയ കൊടുത്തേക്കുന്നത്. റെയിൻബോയുടെയാണ് വാഷ് ബേസിനും മറ്റും കൊടുത്തേക്കുന്നത്. താഴത്ത് അത്യാവശ്യം സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ട ഒരു സ്ഥലവും കൊടുത്തിട്ടുണ്ട്. അത് മൾട്ടിവുഡിലാണ് അത് ചെയ്തേക്കുന്നത്, അതിൻ്റെ ഇതെല്ലാം. അപ്പോൾ അവിടെ ടൈലൊക്കെ ഇട്ട് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയും ഗ്രാനൈറ്റാണ് യൂസ് ചെയ്തേക്കുന്നത് വാഷ് ഏരിയയുടെ ഈ ഒരു പോർഷനിൽ.
അടുക്കളയിലേക്ക് കിച്ചണിലേക്ക് കയറുമ്പോൾ ഇവിടെ ഒരു ഗ്ലാസും തടിയും കൊണ്ടുള്ള ഒരു വിൻഡോ ആണ് വെച്ചേക്കുന്നത്. അകത്തേക്ക് കയറിയ അത്യാവശ്യം നല്ല വെട്ടവും വെളിച്ചവും ഒക്കെ ഉള്ളൊരു അടുക്കളയാണ്. തുറന്നിടാണ്ടോ? നല്ല വെട്ടമായില്ലേ? യെസ്. ഇത് ഇവിടെ കുറച്ച് ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ട് പാത്രങ്ങളൊക്കെ വെച്ചാൽ മാത്രം പോരാ, അത് കാണുമ്പോഴും മനോഹാരിത കിട്ടണം എന്നുള്ളത് കൊണ്ടാവാം ഗ്ലാസ്സുകൾ കൊണ്ട് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ധാരാളം സ്പേസുകൾ കൊടുത്തിട്ടുണ്ട് സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി. ഇവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്രിഡ്ജിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ആയിരിക്കും ഇവിടെ കൊടുത്തതിന് കാരണം ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, അത് അതിന് വേണ്ടിയിട്ടായിരിക്കും. അതിന് മുകളിലും സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാം. ഇവിടെ നമുക്ക് ഈ ഒരു കിച്ചൻ്റെ ബെഞ്ച് ടോപ്പ് ഗ്രാനൈറ്റ് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ താഴത്തെല്ലാം സ്റ്റോറേജ് സ്പേസുകൾ മറ്റും നൽകിയിട്ടുണ്ട്, പാത്രങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ രണ്ട് സൈഡിലും രണ്ട് ചെറിയ ജനാലകൾ നൽകിയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ വായുവിനെയും പ്രകാശത്തെയും ഉള്ളിലേക്ക് കടത്തും. ഇവിടെയും സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടാണ് ഗ്യാസിനുള്ള പോയിന്റ് വരെ നൽകിയിരിക്കുന്നത്. ഇനി ഇതാണ് ഇവിടുത്തെ സിങ്ക്. അവിടെ നമുക്ക് പാത്രം കഴുകാനെല്ലാം ഉള്ള നല്ല പ്യാരി വെയറിനെയാണ് എക്യുപ്മെൻറ്റ്സൊക്കെ യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ നമുക്കൊരു വർക്ക് ഏരിയ എന്ന് പറയാനായിട്ട് ഒന്നും തന്നെ ചെയ്തു വെച്ചിട്ടില്ല. കാരണം ഇവിടെ നേരെ ഇറങ്ങുന്നത് മുറ്റത്തോട്ടാണ്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് മറ്റേ ഗ്രോ ബാഗുകളൊക്കെ വെച്ച് ചെറിയൊരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കാം. കാരണം ഇവിടെ ബാക്കിയെല്ലാം ഗ്രാവലിട്ട് അവർ നിറച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഗ്രോ ബാഗൊക്കെ വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഗ്രാവൽ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ അത് ഒരു ചെറിയൊരു പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ടാക്കാം. തീർച്ചയായിട്ടും അത് ഇന്നത്തെ കാലത്ത് അനിവാര്യമാണ്. ഒരു വീട്ടിൽ ഒരു പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ടെങ്കിൽ നല്ല നല്ല ജൈവമായ പച്ചക്കറിയൊക്കെ വെച്ചിട്ട് നമുക്ക് ആഹാരം ഉണ്ടാക്കി കഴിക്കാതെന്നും ആരോഗ്യത്തിന് നല്ലതാണ്. അതുകൊണ്ട് അതൊരു നല്ല കാര്യമായിരിക്കും. നമുക്കിനി അടുക്കളയിൽ നിന്ന് കയറി നമ്മൾ അടുക്കളയിലോട്ട് പോയ വഴി തന്നെ അതിന് നേരെ അടുക്കളയ്ക്ക് നേരെ ഓപ്പോസിറ്റ് ആണ് ഒരു റൂമിലേക്കുള്ള എൻട്രൻസ്. താഴത്തൊരു ബെഡ്റൂമാണ്. ഒരു മിനിമലായ ഒരു സീലിംഗ് വർക്ക് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, ഒരു ഫുൾ വൈറ്റ് പോസിറ്റീവ് എനർജി, ഒപ്പം തന്നെ ബ്ലൂവിൻ്റെ ഒരു ചെറിയ ലൈറ്റിങ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ രണ്ട് ഭിത്തികളിലും ജനാലകൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. 3 പാളികളുള്ള ജനാലകളാണ് രണ്ട് ഭിത്തിയിലുള്ളത്. ഇവിടെ ചെറിയൊരു കബോർഡും ഉണ്ട്. ഓക്കെ അല്ലേ? നല്ല മനോഹരമായ ഒരു കബോർഡ്. ഒപ്പം തന്നെ നമുക്ക് ഒരുങ്ങാനായിട്ടൊക്കെ ഉള്ളൊരു മിററും അവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇനി എനിക്കിവിടെ വന്നിട്ടേ ഞാൻ കണ്ടപ്പോൾ ഉള്ള ഒരു ചെറിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡോറ്, നല്ല മനോഹരമായ ഡോറ്. നോർമൽ ബാത്റൂമിലൊക്കെ കൊടുക്കുന്ന ഡോറുകളല്ല, പക്ഷെ നല്ല മനോഹരമാണ്. ഇപ്പം നോർമലി ബെഡ്റൂമിൽ നിന്ന് പോകുമ്പോൾ ബാത്റൂമിലേക്കാണെന്നാണല്ലോ നിങ്ങളും ഞാനും ഒക്കെ ഒരേപോലെ വിചാരിക്കുന്നത്. പക്ഷേ നോക്കൂ, കിടിലം ബാത്റൂമും നല്ല രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ബാത്റൂമിൽ ഇങ്ങനെ ഡോർ കൊടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. നോർമൽ കൊടുക്കുന്ന ബാത്റൂമിൻ്റെ ഡോറല്ലാതെ നല്ലൊരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയും ഒരു ബെഡ്റൂമുണ്ട്. യെസ്. അപ്പോൾ ഈ ബെഡ്റൂം നേരത്തെ പറഞ്ഞ നമുക്ക് മിനിമലായിട്ടുള്ള സീലിംഗ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ബാത്റൂം. ഞാൻ നേരത്തെ പറഞ്ഞോളാം, ബാത്റൂമിലുള്ള ഡോറുകൾ കൊടുത്തേക്കുന്നുണ്ടോ? അത്യാവശ്യം നല്ല തന്നെ ഫൈബർ ഡോറുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കിക്കേ, ഇവിടെ കബോർഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബാത്റൂമിനോട് ചേർന്ന് തന്നെയാണ് ഇവിടെ കബോർഡ്സ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ താഴത്തെ 2 ബെഡ്റൂമും കണ്ടു കഴിഞ്ഞു. ഇനിയുള്ളത് മുകളിലത്തെ ബെഡ്റൂമുകളാണ് അവശേഷിക്കുന്നത്. നമുക്കിനി മുകളിലേക്ക് കയറി നോക്കാം. മുകളിലേക്ക് കയറി പോകുമ്പോൾ സ്റ്റെയർ കേസിന് നമ്മൾ 2 കളർ തീമാണ് കൊടുത്തേക്കുന്നത്. അതായത് വൈറ്റ് ടൈലും അതേപോലെ തന്നെ ബ്ലാക്ക് ഗ്രാനൈറ്റും വെച്ചിട്ടാണ് ആ ഒരു സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ സ്റ്റെയർ കേസിൻ്റെ കൈവരികൾ ചെയ്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലും അതേപോലെ ഗ്ലാസ് പാർട്ടീഷൻസും വെച്ചിട്ടാണ് ഒരു സ്റ്റെയറിൻ്റെ കൈവരികൾ നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ തന്നെയാണ് ഹാവൽസിൻ്റെ ELCD സിസ്റ്റവും മറ്റു കാര്യങ്ങളും ഹാവൽസിൻ്റെ സ്വിച്ചസാണ് കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അവിടുന്ന് നമ്മൾ സ്റ്റെയർ കയറി നമ്മുടെ ഇവിടുത്തെ ഒരു ലോബിയിലേക്ക്, അല്ലെ ഫസ്റ്റ് ഫ്ലോറിലെ ഒരു ലോബിയിലേക്ക് വരുന്നത്. ഈ ലോബിയിലേക്ക് വരുമ്പോഴേ മുകളിലോട്ട് നോക്കിയേ, സീലിംഗ് അത്യാവശ്യം മനോഹരമായ രീതിയിൽ തന്നെ സീൽ ചെയ്തിട്ടുണ്ട്.
ഈ കയറി വരുന്ന ഈ പോർഷനിൽ തന്നെ വരുമ്പോൾ സ്റ്റെയർ കേസിൻ്റെ കൈവരികളെ ഒരു ആർച്ച് പോലെ പണിഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് എനിക്കൊരു കുറച്ച് നല്ലൊരു ഇഷ്ടപ്പെട്ടു. ഇനി മുകളിലത്തെ ബെഡ്റൂം, ഈ ലോബിൽ തന്നെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് നമുക്ക് കയറാം. ഞാൻ നേരത്തെ പറഞ്ഞ താഴത്തെ ബെഡ്റൂമിൽ വെച്ചാൽ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇവിടുത്തെ ഒരു വേറെ സിസ്റ്റം എന്നെ ഒന്ന് ചെറുതായിട്ട് ഞെട്ടിച്ചു എന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് തെറ്റിപ്പോയതാണത്. ഈ ബെഡ്റൂമിലാണ് ആ സിസ്റ്റം. ഈ ഡോറ് തുറന്നിട്ട് അവിടെയാണ് ഇവിടുത്തെ കബോർഡ് ഏരിയ ഇരിക്കുന്നത്. ഇവിടെ ലൈറ്റുകൾ നൽകിയിട്ടില്ല, പക്ഷേ ലൈറ്റിനുള്ള പ്രൊവിഷൻ നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് കബോർഡ് ഉള്ളത്. ഒരു ഡോറ് തുറന്ന് വേണം കബോർഡ് ഏരിയയിലോട്ട് വരാൻ. ആ ഡോറ് തുറന്നിട്ട് വേണം വീണ്ടും ബാത്റൂമിൽ നല്ല ഡോറാട്ടോ, ബാത്റൂമിനകത്ത് വരാൻ. അപ്പോൾ ഇവിടെ ഡാർക്ക് കളർ തീമുള്ള നല്ലൊരു ബാത്റൂമാണ്. ശരി ആണല്ലേ. ഇപ്പോൾ 2 ഡോറ്, അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഡോറിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എനിക്കറിയില്ല. പക്ഷേ എങ്കിലും അവർ 2 ഡോറ് നൽകിയിട്ടുണ്ട്. അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇനി ഇവിടെ എല്ലാം വൈറ്റ് ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ വൈറ്റ് ടൈൽസാണ്. എങ്ങും കളർ തീമും മറ്റും വ്യത്യാസമില്ല. താഴത്ത് കൊടുത്തേക്കാമായിരുന്നു എന്നെനിക്ക് തോന്നിയ ഒരു കാര്യം, ഇവിടെ ഫാമിലി ലിവിങ് അല്ലെ ലോബി ഏരിയയിൽ ഇവിടെ ഒരു TV വെക്കാനുള്ള ഒരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് മൾട്ടിവുഡിലാണ് ചെയ്തേക്കുന്നത്. അത് തടിയുടെ ഒരു നല്ല ഫിനിഷിങ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ധാരാളം സ്ഥലങ്ങളും സ്റ്റോറേജ് സ്പേസുകളും ഭംഗിക്ക് വേണ്ടി നല്ല രീതിയിൽ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാനിത് താഴെയായിരുന്നു പ്രതീക്ഷിച്ചത്, പക്ഷേ അതെനിക്ക് മുകളിലാണ് കിട്ടിയത്. ഇനി നമ്മൾ ഈ ലോബിയിൽ നിന്ന് തന്നെ ഇവിടുന്നതേ ഈ ഒരു ചെറിയൊരു കോറിഡോർ പോലൊരു സ്ഥലം വരുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്ന് അടുത്ത ബെഡ്റൂം, 4ാമത്തെ ഫൈനൽ ബെഡ്റൂമിലേക്ക്. ഈ ബെഡ്റൂമിലേക്ക് വന്നാൽ ഇവിടെയും മിനിമലായിട്ടുള്ളൊരു സീലിംഗ് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്ലൂ LED ലൈറ്റുകളാണ് അതിന് കൊടുത്തേക്കുന്നത്. 2 വാളുകളിലും ജനാലകൾ കൊടുത്തിട്ടുണ്ട്. 3 പാളികളുള്ള ജനാലകളാണ് 2 ഭിത്തികളിലുമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നേരത്തെ പറഞ്ഞു കൊടുക്കുന്നതേ ഒരു ഡോറ്, എനിക്കെന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല വീണ്ടും. പക്ഷെ ഇവിടെ കബോർഡില്ല കേട്ടോ. മറ്റേ റൂമിൽ ഇങ്ങനെ ഡോറ് തുറന്നില്ലുമ്പോൾ അവിടെ കബോർഡ് ഉണ്ടായിരുന്നു, അവിടെ കബോർഡില്ല. ബട്ട് ഇവിടെ നിന്നാണ് ബാത്റൂമിലേക്ക്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ബാത്റൂമിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതെന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല എനിക്ക്. ഇവിടെ ഇങ്ങനെ ഒരു ഡോറിൻ്റെ എന്തോ എഞ്ചിനീയറുടെ അവരുടെ എന്തെങ്കിലും ടെക്നോളജിയോ മറ്റോ ആയിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ എന്തായാലും അത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഇനി നമ്മളിതേ ഈ ബെഡ്റൂമിൽ ഇറങ്ങിയാൽ ഇവിടെ ഒരു ചെറിയൊരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണിക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ചുള്ള കൈവരികൾ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഗ്ലാസും വെച്ച് അതിനെ വേർതിരിച്ചിട്ടുണ്ട്. ഇവിടെ ഓടുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീട്ടിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ളത് ഒരു വാഷിംഗ് മെഷീനും മറ്റും വെക്കാനുള്ളൊരു സ്ഥലമാണ് ഇവിടെ ഉള്ളത്. അത് നമ്മൾ ഈ ഹോളിൽ നിന്ന് തന്നെ ഇറങ്ങിയ ഒരു പോർഷൻ, അതിന് ഇവിടുന്ന് ടെറസിലേക്കും മറ്റും പോകാനുള്ള ഒരു സ്പേസാണ് കേട്ടോ. അത് ഇവിടാണ്. ഇവിടെ വേറൊരു നിറത്തിലുള്ള വേറൊരു പാറ്റേണിലുള്ള ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് വന്നത് ഇവിടാണ് വാഷിംഗ് മെഷീന് വേണ്ടിയിട്ടുള്ള പോയിൻ്റ് അവർ വെച്ചേക്കുന്നത്. പൈപ്പ് കണക്ഷനുള്ള പോയിൻറ്റും അത് കണക്ക് ഡ്രെയിനേജ് വെള്ളം പോകാനുള്ള പോർഷനും ഒക്കെ ഇവിടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുവഴിയാണ് മുകളിലേക്ക് സ്റ്റെയർ കേസ് മറ്റേ ടെറസിലേക്ക് പോകാനുള്ള വഴിയും. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ചെറിയ ഷീറ്റിട്ട് മറച്ച് നന്നായ രീതിയിൽ മഴയൊന്നും പെയ്യുമ്പോൾ നനയാതിരിക്കാനൊരു ഇതും ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീട് ഫുള്ളായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി കാണാനൊന്നുമില്ല. അപ്പോൾ ഈ വീട് ഞാൻ നേരത്തെ പറഞ്ഞു 4.2 സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 2000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 4 ബെഡ്റൂമാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്ത് കളമശ്ശേരി തൊട്ടടുത്ത് കുസാറ്റ്. കളമശ്ശേരി വരെ പോകണ്ട. കുസാറ്റിൻ്റെ തൊട്ട് പുറയിൽ, കുസാറ്റിൻ്റെ യൂണിവേഴ്സിറ്റിയുടെ തൊട്ട് പുറയിലായിട്ട് തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അത് ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് മെട്രോ സ്റ്റേഷനും അതേപോലെ മറ്റു കാര്യങ്ങളെല്ലാം വരുന്നത്. അതുകൊണ്ട് തന്നെ നടന്ന് തന്നെ ഇവിടുത്തെ പോകുന്ന ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇനിയുള്ള ഒരു ഘടകം ഈ വീടിൻ്റെ വിലയാണ്. വില ഭാഗം തീർച്ചയായിട്ടും അവർ പറയുന്നത് 1,10,00,000 രൂപയാണ് അവർ ഈ വീടിന് ചോദിക്കുന്നത്. അപ്പോൾ വില നെഗോഷ്യബിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വേണം എന്ന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ പോയിട്ട് നിങ്ങൾക്ക് അവരെ വിളിക്കാം, അവരെ ബന്ധപ്പെടാം, അവരോട് കാര്യങ്ങൾ സംസാരിക്കാം. വില എന്തായാലും നെഗോഷ്യബിളാണ്. ഒപ്പം തന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ വരുന്നതെന്ന് ഡിസ്കൗണ്ട് അവർ തരും. അത് 100% ഉറപ്പാണ്. പിന്നെ ഞാൻ ഒരു കാര്യം മുൻകൂട്ടി പറയാം, ഞാനൊരു ബ്രോക്കറല്ല, അതിലൊരു ഡീലറും അല്ല.
അതുകൊണ്ട് തന്നെ ഞാനിതിനായിട്ട് യാതൊരു ബന്ധങ്ങളുമില്ല. അപ്പോൾ നിങ്ങൾ അവരെ വിളിക്കുക, അവരോട് കാര്യങ്ങൾ സംസാരിക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെയുള്ള വീഡിയോസും അല്ലെ വീടുകളോ അല്ലെ മറ്റു കാര്യങ്ങളോ പരിചയപ്പെടുത്താനുള്ള ഞങ്ങളുടെ ഇമെയിൽ ID നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു മെയിൽ അയച്ചാൽ മാത്രം മതി, നമ്മൾ വന്ന് റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും വിലയേറിയ അഭിപ്രായങ്ങളും മറ്റും ഇനിയും കമൻറ്റുകളായിട്ടും മറ്റും എനിക്ക് അയച്ചു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾ ഇതുവരെയുള്ള കാര്യങ്ങൾ സജഷൻസ് എല്ലാം ഞാൻ തിരുത്താനും അതേപോലെ തന്നെ ഉൾപ്പെടുത്തുവാനും ഞാൻ ശ്രമിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. യൂട്യൂബിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് എത്തും. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.